ഇല്ലേ? ആരെങ്കിലും 10 ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോയാൽ നമ്മളെന്താ പറയും? എന്താ പറയും? അവളടുത്തടുപ്പിച്ച് 10 ദിവസമായിട്ട് പോകുന്നുണ്ട്, ഏതാണ് ഉദ്ദേശിച്ചിട്ടുള്ളപ്പോൾ ആണ്, ഇല്ലേ? പറയുമോ ഇല്ലയോ? നമ്മൾ പക്കടി കൊണ്ടൊന്നും പോകുന്നതല്ല, അത് വേറെ കാര്യം പോട്ടെ. എന്നാലും 10 ദിവസം ആരെങ്കിലും അടുപ്പിച്ച് പോയാൽ നമ്മൾ ഉടനെ അതിലൊരു കുറ്റം കണ്ടെത്താൻ നോക്കും, ഇല്ലേ? ഇങ്ങനെയല്ലേ? പണമല്ലയോ? ഇനി അല്ലെങ്കിൽ എന്താ പറയും? ദൈവമേ, പക്കടി മൂത്ത് വട്ടായത് അതാ കണ്ടോ പോകുന്നതിന് ചോദിക്കും. അങ്ങനെയുണ്ട് ചിലർ നമുക്ക്, ഇല്ലേ? കാരണം ഈശ്വരീയമായ ഒരു തലത്തിലേക്ക് ഒരു വ്യക്തി പോയാൽ പിന്നെ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് നമ്മുടെയൊക്കെ ധാരണ, ഇല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ പ്രഹ്ലാദം മാത്രം കഴിച്ചു പോയി എന്നൊരു ശ്രുതിയുണ്ടായി. അപ്പൊ ഈ പ്രഹ്ലാദം അവിടെ പഠിക്കാൻ ചെല്ലുമ്പോ ശുക്രാചാര്യരുടെ അടുത്താണ് പഠിക്കാൻ പോണത്. കാരണം അസുരഗുരു ശുക്രാചാര്യനാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്താ പഠിക്കാൻ പോവാ. അവിടെ ചെന്നപ്പോൾ എത്ര പഠിപ്പിക്കാനുള്ള ശുക്രാചാര്യരുണ്ടായില്ല. പഠിപ്പിച്ചത് ശണ്ടനും അമർക്കനും എന്ന് പറഞ്ഞ 2 മക്കളാണ്. പേരൊക്കെ കുറിച്ചെടുത്തോണം, കൊച്ചുമക്കൾക്കൊക്കെ ഇടാം, നല്ല പേരുകളല്ല, ഇല്ലേ? കൊച്ചുമക്കളെ വിളിക്കാൻ എളുപ്പമില്ലേ? മോനെ ശണ്ട, ഇല്ലേ? ഇപ്പോഴത്തെ ഭാഷ വെച്ചിട്ട് അതൊക്കെ മതി, ശണ്ടൻ, മുണ്ടൻ, ഇല്ലേ? പകല ഇപ്പൊ ഭാഷ ഉണ്ടല്ലോ, അമ്മയുടെ അച്ഛൻ്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ എടുത്ത് മക്കൾക്ക് പേരിടാറുണ്ട്, ഇല്ലേ? ഇല്ലേ? അച്ഛൻ കൃഷ്ണനും അമ്മ മിനിയാണ് കൊച്ച. ഞാൻ പറഞ്ഞില്ല, വിളിക്കാനും എളുപ്പമുണ്ട്, ഇല്ലേ? അപ്പോ ശണ്ടനും അമർക്കനും പഠിപ്പിക്കണേ. അപ്പൊ ശണ്ടനും അമർക്കനും പഠിപ്പിക്കുമ്പോ നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ണും തൂച്ചിരിക്കുന്നു, എല്ലാം ശ്രദ്ധയോടായിരിക്കുന്നതെന്ന്. ചില കഴിഞ്ഞ് ചോദിച്ചു കഴിയുമ്പോഴറിയുന്നില്ല, ഇതൊന്നും മനസ്സിലായില്ല. പറഞ്ഞോളി വെച്ച് എങ്ങനെയുണ്ടടി ആചാര്യ പ്രഭാഷണം? എല്ലടി എല്ലാ സൂപ്പർ പ്രഭാഷണം എന്നറിയാമോ? നമ്മൾ കേട്ടിരുന്നു അവിടെ എഴുന്നേക്കാൻ തോന്നില്ല, അത്ര സൂപ്പർ പ്രഭാഷണം മതി. എന്തോ പറഞ്ഞ് അത് മാത്രം മനസ്സിലായില്ല. സൂപ്പർ പ്രഭാഷണമായി. നമ്മളങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു? തകർത്തു. എന്തുവാ എന്ന് പറഞ്ഞ പോലെ പ്രഹ്ലാദൻ എങ്ങനെ ഇരുന്ന് പഠിക്കാനിരിക്കാന്ന് പറഞ്ഞാൽ ശണ്ടാമർക്കന്മാർ വിചാരിച്ചു പ്രഹ്ലാദൻ ഇന്ന് ഫസ്റ്റ് റാങ്ക്, ഫുൾ A+ ആണെന്ന് വിചാരിച്ചു. പക്ഷെ ശണ്ടാമർക്കന്മാർ പോയി കഴിയുമ്പോ എന്തു പറ്റും? പ്രഹ്ലാദൻ അങ്ങോട്ട് മാറിയിരുന്ന പണി വേറെയാ. എന്താ പുള്ളി പണി? നാരായണ മന്ത്രം ജപിക്കാൻ തുടങ്ങും. അപ്പോ ഫസ്റ്റ് ഇയർ വെക്കേഷനൊക്കെ ആയി. ഇന്നത്തെ ബോർഡിങ് എന്ന് പറയുന്നത് അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ന്യൂ വേർഷനാണ്. അന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും കൊടുക്കാതെ പഠിക്കായിരുന്നു. ഇന്ന് കാശ് കൊടുത്താലേ പഠിക്കാൻ പറ്റും. അന്ന് കാലത്ത് 2 എണ്ണമായിരുന്നു സൗജന്യം. ഒന്ന് വിദ്യാഭ്യാസവും ഒന്ന് ആതുര ശുശ്രൂഷയും. ഇന്ന് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നതും അതിനകത്തുനിന്ന് അല്ലേ? അല്ലേ? എന്തെങ്കിലും അല്ല, എത്ര കൂട്ടം കറിയുണ്ടെന്ന് നോക്കുമോ? എൻ്റെ നാരായണ സ്വാമി അവിടെ ചെല്ലുമ്പോൾ തരും, എല്ലാം തരും. എന്നോട് പറഞ്ഞേക്കുന്നത് ഇന്ന് 2 മണിയായിട്ടല്ല, ഇവിടെ ഇരിക്കുന്നവരെ 2 മണിക്ക് വിട്ടാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്നലെ 1 മണിക്ക് തന്നെ എന്തിനാ വിട്ടേന്നാ ചോദിച്ചത്. ഇത്തിരി താമസിച്ചേ വിടും. എന്നല്ല അവിടെ നിന്ന് മഴയാനുണ്ടല്ലോ കേട്ടോ. അതിലിപ്പോ ഏതാ ഇച്ചിരി വിശന്നാലും കുഴപ്പമില്ല, ഇവിടുന്ന് ഭഗവാന്റെ കഥ കേട്ടാ ഇന്നലത്തേക്കാൾ നാഴി അരിയുടെ ചോറ് കൂടുതൽ ഉണ്ണാം. വിശപ്പ് കൂടുന്തോറും ആഹാരം കൂടുതൽ കഴിക്കാം. അപ്പൊ ആരോഗ്യം അതിനനുസരിച്ച് 7 ദിവസം കഴിയുമ്പോൾ എത്ര കിലോ കൂടുമെന്ന് ആര് കണ്ടു ഇല്ലേ? ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോലും 10-68 കിലോയൊക്കെ കാണും. സപ്താഹം ചെല്ലുമ്പോൾ 75-80 കിലോയായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കും, നല്ല വണ്ണം വരുത്തേണം ഈശ്വര എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ടാ മനസ്സിലായില്ലേ? ദിവസം പ്രാർത്ഥിക്കാൻ മതി. അമ്മയുടെ മുമ്പ് എന്തെന്ന് നല്ല നല്ല വണ്ണം വരുത്തേണം ഈശ്വര എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും അങ്ങനെ
ആദ്യത്തെ വെക്കേഷനൊക്കെ ആയി ഒന്ന് പ്രഹ്ലാദനെ വിളിച്ചുകൊണ്ടൊന്ന് ഇരുത്തി അച്ഛൻ സ്നേഹപൂർവ്വം വിളിച്ചിട്ട് ചോദിച്ചു, പുത്ര ഇത്രയും കാലം പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, പിതാവെ ഹരിനാമമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതില്ല. ഹിരണ്യകശിപുവിനെ കൂടെ സഹിക്കുവോ? തന്റെ ശത്രുവിന്റെ പേരാ പറയണത്, വലിച്ചെടുത്തൊരു ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. പുത്രനാണെന്ന് നോക്കിയില്ല. പോണ വഴിക്ക് പ്രഹ്ലാദൻ പറഞ്ഞു, നാരായണ പരിപാലയമാം. കാരണം നാരായണൻ അറിയാം എന്ത്, എന്നെ പരിപാലിക്കാൻ ഈ ജഗത്തിൽ ആര് മാത്രമേ ഉള്ളൂ, സാക്ഷാൽ നാരായണൻ മാത്രമേ ഉള്ളൂ എന്ന് അറിയാമായിരുന്നു. നമ്മൾ ആരുടെ ബലത്തിലാണ് നടക്കണേ? നമ്മൾ എന്തെല്ലാം കണ്ടിട്ടാണ് നടക്കണത്? നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നമ്മളെ ഭഗവാൻ വന്ന് രക്ഷിക്കുന്നത്? എന്താ, പണ്ട് 3 പേരും കൂടി വള്ളത്തിൽ പോയി. ഒരു ക്രിസ്ത്യാനി, ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും കൂടെ 3 പേരുടെ വള്ളത്തിൽ ഇങ്ങനെ പോയി. വള്ളം കായലിന്റെ നടുക്ക് ചെന്നപ്പോ കാറ്റടിച്ച് വള്ളം അങ്ങ് മുങ്ങിക്കഴിഞ്ഞപ്പോ മുസ്ലിം സഹോദരൻ വിളിച്ചിട്ട്, അല്ലാ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോ അല്ലാ വന്ന് കയ്യെ പിടിച്ച് പുള്ളിയെ രക്ഷിച്ചു. മറ്റേ കക്ഷി വിളിച്ച, എന്റെ കർത്താവേ നീ എന്നെ വന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോ കർത്താവ് വന്ന് കയ്യെ പിടിച്ച് പുള്ളിയെ കെട്ടി. നമ്മുടെ പാർട്ടി ആലോചിച്ച് ആരെ വിളിക്കണം? എളുപ്പം വരുന്ന കക്ഷിയാരെന്നറിയില്ല. അവിടെ കഥ വിളിച്ചു, എന്നെ നാരായണ എന്നെ രക്ഷിക്കണേന്ന്. നാരായണൻ എപ്പോഴെന്താ നല്ല ഉറക്കത്തില്ല അല്ലേ? ഇല്ലേ, നാരായണൻ എപ്പോഴും ഇങ്ങനെ ഒരു നല്ല മയക്കത്തില്ലേ? എന്താ കാര്യം? നാരായണൻ അങ്ങനെ മയക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതുവരെ ഉണ്ടോ? എന്താ കാര്യം മനസ്സിലായിട്ടില്ല? ലക്ഷ്മി എന്ന് പറയുന്ന ഭാര്യയെ കാല് തടവി കൊടുക്കുന്നുണ്ട്. നല്ല ഭാര്യ കാല് തടവിയാൽ ഏതുറങ്ങാത്ത ഭർത്താവും ഉറങ്ങും. നിങ്ങളൊക്കെ തടവിയാലോ? പിന്നെ ജീവിതകാലം തങ്ങളുടെ കാലയെ തടവേണ്ടി വരില്ല, ഇല്ലേ? ഉറങ്ങുന്ന ഭർത്താവാണെങ്കിൽ കൂടെ ചാടി എഴുന്നേറ്റ് പോകും, ഇല്ലേ? അതുകൊണ്ടാ നാരായണൻ ഉറങ്ങുന്നത്. അപ്പൊ നാരായണൻ വിളി കേട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് പുള്ളി ഇവിടെ 4 കവള് വെള്ളം കുടിച്ചു. മനസ്സിലായില്ലേ? അപ്പോ നീ അങ്ങനെ തരത്തിൽ ബോധ്യമായപ്പോ എന്ന് വിളിച്ചു, എന്റെ പരമേശ്വര നീ എന്നെ ഒന്ന് രക്ഷിക്കണേന്നായി. അപ്പൊ പരമേശ്വരൻ കേട്ടു വിളി. പുള്ളി എളുപ്പം കേൾക്കും. പുള്ളി അയച്ചു, നാരായണൻ പോകുമെന്ന് അറിയട്ടെ. 2 പേരുടെ പോയിട്ട് ഒരാളെ രക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ നാരായണൻ പോകുമെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോ നാരായണൻ പോകുന്നത് നോക്കി ഇരുന്നപ്പോഴത്തേക്കും ഇദ്ദേഹം ചെല്ലാൻ ഒരു ശകലം താമസിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ കാണുന്നില്ല, പരമേശ്വരനെ കാണുന്നില്ല. അപ്പൊ എന്നെ അവിടെ നിന്ന് വിളിച്ചു, എന്റെ മുരുക നീ എന്നെ ഒന്ന് രക്ഷിക്കണേ, നീ എന്തിനും എന്നെ ഒന്ന് രക്ഷിക്കണത്. മുരുകൻ ആലോചിച്ച് അച്ഛനും മറ്റേ പിള്ളി കൂടെ പോകുന്ന അറിയട്ടെ. സാറേ എന്ത് പറ്റി? നമ്മുടെ പാർട്ടി ഈ ഓരോ വിളിക്കുന്ന നാലുകൾ വെള്ളം കുടിച്ച് നമ്മുടെ പാർട്ടി അങ്ങ് മുങ്ങിപ്പോയി. എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ നമ്മളെ രക്ഷിക്കില്ലെന്നാണ് അതിന് അർത്ഥം. ആണോ? പിന്നെ നിങ്ങൾക്ക് എന്തോ മനസ്സിലായതിന്? അങ്ങനെയല്ല. അതിനകത്ത് പറ്റിയ കുഴപ്പം എന്താ? ഒന്ന്, ആദ്യത്തെ സംശയം ആരെ വിളിക്കണം, എളുപ്പം വരുന്ന പാർട്ടി ആരാന്നുള്ള സംശയം. രണ്ടാമത്, ഒന്നിനും ഒരു ഉറപ്പില്ല. എന്നാൽ നാരായണനെ വിളിച്ചു ഭഗവാൻ വന്നെന്നെ രക്ഷിച്ചോളുമെന്ന് ഉറപ്പ് എവിടെ ഇല്ല? ഉള്ളിലില്ല. നമ്മളും അങ്ങനല്ലേ? ഇപ്പൊ ഇവിടെ വന്നൊരു ആഗ്രഹം നമ്മൾ പറഞ്ഞിട്ട് അത് സാധിക്കാതെ വരുന്നു എന്ന് തോന്നിയാൽ നമ്മൾ എന്തോ ചെയ്യും? ഉടനെ അടുത്തിടം പിടിക്കും. ഇവിടെ അടുത്ത് എളുപ്പം പോകാൻ പറ്റുന്ന എവിടെ? കാട്ടുമേഖലയിൽ അല്ലേ? മണികെട്ട് നമ്പരത്തില്ലേ അല്ലേ? ഇവിടുന്ന് എളുപ്പമല്ലേ? അവിടെ ചെല്ലും ഇല്ലേ? അവിടെ ചെന്ന് മണി കെട്ടി 7 മണിയെ മറ്റല്ലേ കെട്ടണ്ടേ അവിടെ അല്ലേ? 7 മണി കെട്ടി കാര്യം സാധിച്ചില്ലേ നമ്മളെന്തോ പറയും? എന്താന്നറിയത്തില്ല, മറ്റേ അവിടെ മണി കെട്ടിയ മണി കിട്ടുമായിരുന്നു. ഇപ്പൊ എന്താ അങ്ങോട്ടെന്നാ
അപ്പോഴാണ് പറഞ്ഞ അയ്യോണ്ടി ഇപ്പൊ ഇവിടെ അല്ല, പിന്നെ എവിടെ? ചക്കുളത്ത് കാവില്ല. 7 ചൊവ്വാഴ്ച എവിടെ പോയാൽ മതി? കാര്യം ഓർമ്മപ്പാ. 7 ചൊവ്വാഴ്ച എവിടെ പോകും? ചക്കളത്താകും. ദാ കിടക്കുന്ന വൈകിരുന്ന കാശ് മാത്രം പോയത് മിച്ചം. ചക്കളത്തമ്മയെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴാ കേട്ടെ അവിടെ അല്ല, അമ്പലപ്പുഴ കിണ്ണനെടുത്ത് പോയാൽ മതി. ഉടനെ എങ്ങോട്ടോടും? അമ്പലപ്പുഴ കിണ്ണനെടുത്തു. അവസാനം ഓടിത്തളർന്ന് അവസാനം പിന്നെ എവിടെ വരും? വന്ന് കിടക്കുന്ന മൂട്ടില്. അതേസമയം ആദ്യമേ നമുക്ക് ആ ഉറപ്പുണ്ടെങ്കിലോ, ഈ ചെഞ്ചോലിയിലെ ഭഗവതി എന്നെ രക്ഷിക്കും, എനിക്ക് എന്ത് സാധിക്കണമെങ്കിലും അമ്മയെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നൊരു ഉറപ്പുണ്ടാവും നമുക്കുള്ളിലപ്പം ഇല്ല. നമുക്ക് ആ ഉറപ്പില്ലാത്ത കൊണ്ടാണ് പലതും നമുക്ക് നടക്കാതെ പോണത്. അല്ലേ? ചിന്തിച്ചു നോക്കൂ. അല്ലേ? നമ്മൾ പറഞ്ഞതാ തിരുമേനി മാറിയതിന്റെ കുഴപ്പമാ കേട്ടോ, മറ്റേ തിരുമേനി അല്ല, അതുകൊണ്ടാ. അല്ലേ? ഭഗവതിക്ക് എന്താണെന്നറിയത്തില്ല, പണ്ടത്തെ പോലെ ഒരു ശക്തി പോരാന്നാ. നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ മനസ്സിന് ഒന്നാമതേ നമുക്ക് നമ്മളെ തന്നെ ഒരു ഉറപ്പില്ല. ഉണ്ടോ? ഒരു ഉറപ്പില്ല നമ്മുടെ കാര്യത്തിൽ. നമുക്ക് ഈശ്വരനിൽ ഉറപ്പില്ല. ഈ ഉറപ്പില്ലായ്മയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം. പ്രഹ്ലാദനോട് ഉറപ്പുണ്ടായിരുന്നു, നാരായണൻ അല്ലാതെ വേറെ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ആസുരീ ഭാവത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നാരായണനെ കൊണ്ടേ പറ്റൂ. നമ്മൾ കുഞ്ഞുങ്ങളിൽ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് ഈ അന്ധവിശ്വാസങ്ങളെ വെച്ച് ഭരിപ്പിക്കാതില്ല. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാഠം അതാണ്, ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഏതിലാണെങ്കിലും ആ കുട്ടിക്കാലത്തെ ആ ശീലം കൊടുത്തുള്ള ഗുണം വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു മെന്റൽ പവർ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ വെച്ച് എന്തിനാ പഠിക്കണേ? ഇവിടെ പിള്ളേരല്ല. മോള് പഠിക്കുവാണോ? ചുമന്ന് ഉടുപ്പിട്ട മോള് എന്തോ പഠിക്കുക? NIT ഡിഗ്രി. എന്തിനാ പഠിക്കണേ? എന്തിനാ പഠിക്കണേ? അറിവ് നേടാൻ. അറിവ് നേടിയിട്ട് എന്തോ ചെയ്യാനാ? അറിവ് നേടിയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ പാലകത്ത് വന്ന മുമ്പിൽ ഇരുന്നും പോയി വെട്ടും പോയി കുന്തത്തിന്റെ അടുത്ത് അല്ലേ? അല്ല, ഞാൻ നിങ്ങളുടെ അറിയാല എന്തിനാ അറിവ് നേടുന്നേ? അറിവുകൊണ്ട് എന്താ ഗുണം? അറിവ് നേടിയിട്ട് എന്ത് ചെയ്യാനാ? ഓക്കെ, അവിടെ വരെയുള്ളൂ. ബാക്കി കൺഫ്യൂഷനാണ്. ഈ അറിവ് നേടിയിട്ട് എന്ത് ചെയ്യാനുള്ളതാണെന്നുള്ളത് അവൾ കൺഫ്യൂഷനാണ്. കാരണം ജീവിതത്തിനൊരു ലക്ഷ്യമില്ല. അവിടെയാണ് അതിന്റെ വിഷയം. കാരണം നമ്മൾ കുഞ്ഞുങ്ങളില് ആ കുട്ടിക്കാലം മുതൽ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് അവർക്കൊരു ഒരു ഒരു പോയിന്റ് നമ്മൾ ഇട്ടു കൊടുക്കുന്നില്ല. അല്ലെ, അവർക്ക് സ്വയമേവ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെ നമ്മൾ എത്തില്ല. നമ്മൾ പറയുന്നതാ, പഠിച്ചോണം, ഡോക്ടർ ആയിക്കോണം, എഞ്ചിനീയർ ആയിക്കോണം, എങ്ങനെയും കാശുണ്ടാക്കിക്കോണം, ജീവിച്ചോണം. എന്തിനായി ജീവിക്കുന്നത്? ഒരിടത്തൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്തിനാടാ പഠിക്കുന്നത്? ജോലി കിട്ടാം. ജോലി എന്തിനാടാ? കാശുണ്ടാക്കാം. കാശ് എന്തിനാടാ? കല്യാണം കഴിക്കാൻ. കല്യാണം കഴിക്കുന്നത് എന്തിനാടാ? മക്കളുണ്ടാവാൻ. മക്കളുണ്ടാവാൻ എന്തിനാടാ? അതറിയത്തില്ല. അത്രയും നല്ല അവനറിയും. കാരണം കുട്ടികൾക്കൊരു ലക്ഷ്യമില്ലാത്ത ജീവിത യാത്രയായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും ആ നിമിഷം അവർ ജീവനെടുക്കാൻ നോക്കുക. ഇല്ലേ? അവർക്ക് ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ അവർക്ക് ഇല്ല. പണ്ട് കാലത്ത് അങ്ങനെയല്ല. കാരണം അധ്യാപകരുടെ നല്ലുകൊണ്ടും വീട്ടുകാരുടെ നല്ലുകൊണ്ടും മനസ്സങ്ങോട്ട് ഒരുമാതിരി നല്ല പാറ പോലെ ഉറച്ചു വരുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് എന്തോ വന്നാലും നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അവിടെയാണ് അതിന്റെ വ്യത്യാസം. അപ്പോ പ്രഹ്ലാദന് ഉറപ്പുണ്ടായിരുന്നു ഭഗവാൻ മാത്രമേ രക്ഷയ്ക്കുള്ളൂ. ആ ഭഗവാനെ ശരണം പ്രാപിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ സംരക്ഷിച്ചു. വീണ്ടും പഠിപ്പിക്കാനായിട്ടൊക്കെ വിട്ടു. പല അവസരങ്ങളിലായിട്ട് വിളിച്ചു വരുത്തി പലതും ചോദിച്ചു.
എല്ലാം ഈശ്വരനാമമല്ലാതെ ഭഗവാന്റെ ചരണങ്ങളല്ലാതെ മറ്റൊന്നും ഈ ജഗത്തിങ്കൽ ആശ്രയമായിട്ടില്ല എന്ന് പ്രഹ്ലാദൻ ഉറപ്പിച്ചു. അവസാനം അച്ഛനെ ഉപദേശിച്ചു, വെച്ച അച്ഛനെ ഈ ആസുരീ ഭാവമൊക്കെ വിട്ടിട്ട് ഈശ്വരനാമം ജീവിക്കാൻ നോക്കുക, അതാണ് ശാശ്വതമായിട്ട് ഉള്ളത് എന്ന് പഠിപ്പിച്ചു. പണ്ടൊരു പാട്ടില്ലേ, എന്താണ്? ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതം ഈ പാട് അറിയാൻ വയ്യാത്തോണ്ടാണ് ഞാൻ പാട്ട് പറഞ്ഞത്. അപ്പോ ആ ഈശ്വരീയമായ ചിന്തകള് ആണ് ശാശ്വതമായി നിലനിൽക്കുന്നത്, അവസാന കാലം വരെ നിലനിൽക്കുന്നത്. ഇവിടെ നിന്ന് പോയാലും നിലനിൽക്കുന്നത് അതേ ഉള്ളൂ. കാരണം ബാക്കിയെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകണം. അതിന്റെയൊക്കെ അംശത്തെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. എന്തായാലും എന്നിട്ട് പറഞ്ഞു, പിതാവേ, ഈ ആസുരീ ഭാവമൊക്കെ മാറ്റിവെക്കൂ, ഈശ്വരീയമായ ചിന്ത കൊണ്ട് ജീവിക്കാൻ നോക്കൂ, നാരായണ നാമം ജപിക്കാൻ പഠിക്കൂ. കാരണം അതല്ലാതെ ഈ ഉലകത്തിൽ ഒന്നും രക്ഷയ്ക്കായിട്ടുണ്ടാവില്ല. ഈ കാണിക്കണതല്ല, അല്ലെങ്കിൽ ഉണ്ടാക്കണതൊക്കെ നശിച്ചു പോണ സാധനമാണെന്ന്. അതുകൊണ്ട് അങ്ങും നാരായണനി ഹരി അല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന സഹിക്കണില്ല. അങ്ങോട്ട് പല വിധത്തിൽ കൊല്ലാൻ നോക്കി, എന്നിട്ടൊന്നും രക്ഷയില്ല. ഇവനെ ഒരു തരത്തിലും കൊല്ലാൻ കഴിയില്ല എന്ന് ബോധ്യമന്ത്രി ചോദിച്ചു, എവിടെയാണ് നിന്റെ നാരായണനെ കാണട്ടെ എന്ന്. എന്നിട്ട് ചോദിച്ചു, ഈ തൂണിലുണ്ടാണ് നിന്റെ നാരായണൻ. നമ്മളാണ് എന്താ പറഞ്ഞത്? അങ്ങനെ ഇപ്പൊ ചോദിച്ചാപ്പം അല്ലേ നമ്മുടെ തലയുറത്തി. കാരണം നമുക്ക് ഉറപ്പില്ല, കാരണം ഭഗവാൻ ഉണ്ടെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. നമ്മളിപ്പോഴും ചോദിക്കല്ലേ, എവിടാ ഭഗവാൻ ഇരിക്കുന്നത്? ഇല്ലേ? നിങ്ങൾ ഇന്ന് വരെ ഇവിടെ വന്നിട്ട് ഭദ്രകാളിയെ കണ്ടിട്ടുണ്ടോ? ചേച്ചൊല്ലമ്മയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളത് ഇവിടെ ചേച്ചൊല്ലമ്മയെ കണ്ടിട്ടുള്ളത് ഉണ്ടോ? ആരും കണ്ടിട്ടില്ല. എന്തോ വരിക. എവിടെ എവിടെ? നിങ്ങളിപ്പോ ഇങ്ങോട്ട് തൊഴാൻ വന്നു നോക്കാം. ഇവിടെ വന്നപ്പോഴത്തേക്ക് നടയടച്ചു. നിങ്ങൾ എന്താ പറയും? തൊഴാൻ പറ്റിയില്ല. എന്ത് കണ്ടാ തൊഴുത്? എന്ത് കണ്ടാ തൊഴുന്നേ? വിഗ്രഹം കണ്ടാ തൊഴുത് അല്ലേ? അല്ല, അമ്മ ആരെങ്കിലും കണ്ടോ? ഇല്ല. നമ്മള് വിഗ്രഹം കണ്ടു, ആ വിഗ്രഹത്തെ കണ്ടു തൊഴുതു. നട അടച്ചത് കൊണ്ട് നമുക്ക് എന്ത് പറ്റിയില്ല? തൊഴാൻ പറ്റിയില്ല. എന്നിട്ട് പറയുന്നു അമ്മയെ കാണാന്. അപ്പൊ നമ്മുടെ ഇനി അവിടുന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടോട്ട് ഇറങ്ങി വരുന്ന അവസരത്തില് ആരെങ്കിലും ഒരാളെ കണ്ടാൽ നമ്മൾ തൊഴുവോ? ഇല്ല. ഇനിയൊന്നും വേണ്ട. ഈ സപ്താഹം കഴിഞ്ഞിട്ട് ഇവിടെ ഇതെല്ലാം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഒന്ന് തൊഴുവോ? ഇല്ല. അതെന്താ? അപ്പൊ നമ്മുടെ ധാരണ എന്താ? ഈ ശ്രീകോവിലിനകത്തും വിളക്ക് കത്തിക്കാതെ ആരെങ്കിലും നാമം ചോദിക്കുവോ? ഇല്ല. എന്താ ചോദിക്കാത്ത? വിളക്ക് കത്തിക്കാതെ നാമം ചോദിച്ച പഴമ്പലുണ്ടോ? അപ്പൊ നമുക്കൊരു വിളക്കുണ്ടാവണം, അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാവണം, അല്ലെ ഇത്യാദിയായിട്ട് എന്തെങ്കിലും ഒരു ഉപാധി ഇല്ലാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണില്ല. എന്തുകൊണ്ട്? ഇതിലൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിലൊക്കെ ഉള്ളൂ ഈശ്വരൻ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളില് ഉറച്ചിട്ടുണ്ട്. ശരിയാണോ ഞാൻ പറഞ്ഞേ? ശരിയാണോ ഞാൻ പറഞ്ഞേ? അപ്പൊ ആ ഒരു ഈ ചിന്തയിൽ മാറിയിട്ട് സർവത്തിലും ഈശ്വരൻ. ഇപ്പം ഇന്നലെ ഇവിടെ ഒരു നായ കയറി വന്നപ്പോ എല്ലാവരും അതിനെ കല്ലെറിഞ്ഞ് വിളിച്ചു ഇല്ലേ? നമ്മളെ ആരെയെങ്കിലും അത് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അത് ഇതുവഴി വന്നതേ ഉള്ളൂ. അതിനെ നമ്മൾ ചാറ്റൊക്കെ പറഞ്ഞ് ചാടിച്ചു വിടുന്നത്. അതും ഈശ്വരന്റെ ഒരു സൃഷ്ടിയല്ലേ? അതിന്റെ ഉള്ളിൽ നിൽക്കുന്നതും എന്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ഒരു ചൈതന്യമല്ലേ? അത് ഒരു ഉപദ്രവവും ചെയ്യാത്ത അതിനെ ഓടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആരെ കാണാൻ കഴിഞ്ഞില്ല അതിന്റെ ഉള്ളില്?
ഈശ്വരനെ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാ ഈശ്വരനെ അല്ലെ അമ്മയെ കണ്ടു അച്ഛനെ കണ്ടു പറയുന്നത് എങ്ങനെ ഒപ്പേ? ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? പിടിയിടുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തുകൂടി മാത്രമേ ആരെ കാണാൻ പറ്റുള്ളൂ? ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മുടെ കുഴപ്പം. ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ അതിനകത്ത് നമ്മൾ അതിനോടൊരു താല്പര്യം തോന്നില്ലേ? തോന്നുവോ? ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാലേ ആരുടെയെങ്കിലും ഇന്നലെ അവിടെ ഒരു കൊച്ചിനെ എടുത്തിട്ട് അമ്മ ഇരിക്കണ്ട, ഞാൻ ചെന്ന് അതിനെ തോണ്ടി, അത് കരയും. എന്നെ കണ്ടപ്പോഴേ, എന്നെ കണ്ട കരയാത്ത ഏതെങ്കിലും കൊച്ചുണ്ടോ? ഈ ഭീകര തത്വത്തെ കണ്ട ആരെ കരയാതിരിക്കണം? കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്കൊരു ഇത് തോന്നും ഇല്ലേ? നിങ്ങൾക്കൊന്നും അങ്ങനൊന്നും ഇല്ലേ? ഉണ്ട്. ഇച്ചിരി മുതിർന്നതിനെ കണ്ട് അത്ര ഇത് തോന്നുവോ? കാരണം ഇപ്പൊ തുടങ്ങി തന്തയും തള്ളയും കൂടെ തല്ലിക്കൊല്ലും ഇല്ലേ? പീഡിപ്പിക്കാൻ ചെന്നാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ആരും അങ്ങോട്ട് പോവാതെ അല്ലേ? അപ്പോ ആ കുഞ്ഞിനും ആ ഈശ്വരനെ ഒന്ന് കാണാൻ കഴിഞ്ഞാലോ? ശരിയല്ലേ ഞാൻ പറയണത്? അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ശ്രീകോവിലുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാധ്യമം, ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ മാത്രമേ നമുക്ക് ആരെ കാണാൻ കഴിയുള്ളൂ? ഈശ്വരനെ കാണാൻ. പ്രഹ്ലാദൻ ഇവിടെ സർവത്തിലും നാരായണനെ കണ്ടു. തന്നെ കൊല്ലാമെന്ന ഭടന്മാരിലും നാരായണനെ കണ്ടു. തന്നെ കെട്ടി താഴോട്ടിട്ടപ്പോ അത് നാരായണനാണെന്ന് വിചാരിച്ചു. അങ്ങനെ സർവത്തിലും നാരായണനെ കാണാൻ കഴിഞ്ഞു പ്രഹ്ലാദന്. എന്തുകൊണ്ടാ? ഉള്ളിൽ ഉറപ്പിച്ചു, ഈ പ്രപഞ്ചത്തിൽ നാരായണൻ അല്ലാതെ മറ്റാരും ഇല്ല. എന്തായാലും അവസാനം എന്ത് വേണ്ടി? ഈ തൂണിലും ഉണ്ടെന്ന് പറഞ്ഞു. ആ തൂണിലിട്ട് ഹിരണ്യകശിപു ഒരു കുത്തു കൊടുത്ത് ആ തൂണങ്ങോട്ട് പിളർന്നു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഇതുവരെ കാണാത്ത ഒരു സ്വരൂപം പുറത്തേക്ക് ചാടിയതാണ്. തല സിംഹത്തിന്റെയും ഉടല് മനുഷ്യന്റെയുമായിട്ട് 4 കൈകളായിട്ടുള്ള ഒരു ഭീകര രൂപം പുറത്തേക്ക് ചാടി. ഹിരണ്യകശിപു സ്തംഭിച്ചു പോയി. കാരണം ഇങ്ങനെ ഒരു രൂപത്തെ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ടോ ആ ശ്വാസം ഒക്കെ പുറത്തേക്ക് വിടുന്ന കേട്ടാൽ പ്രപഞ്ചം കിട്ടുന്ന വിധത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ഭീകരമായ ശബ്ദം. എല്ലാവരും നടുങ്ങി വിറച്ചു. ദേവന്മാരെല്ലാം അവിടെ വന്ന് കാത്തുനിന്നു ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ കാണാൻ പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ നിന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ഹിരണ്യകശിപുവിന് ഒരു ബോധം വീണത്. ഇത് തന്നെ നിഗ്രഹിക്കാൻ വന്നതാണോ എന്ന്. വേഗം തന്റെ പ്രാണരക്ഷാർത്ഥം ഭഗവാനുമായിട്ട് ഹിരണ്യകശിപു യുദ്ധം ചെയ്ത് തുടങ്ങിയതാണ്. ഇച്ചിരി നേരം ഭഗവാൻ തന്റെ ഭക്തനുമായിട്ട് യുദ്ധം ചെയ്ത് അങ്ങനെ നിന്നു. കാരണം പറഞ്ഞ സമയമൊക്കെ ഒന്ന് ആവണം. വെറുതെ എടുത്ത് കൊല്ലാൻ പറ്റത്തില്ല. വരം ചോദിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ട് അത് ആ സമയമൊക്കെ ആകണം. അതുകൊണ്ട് സന്ധ്യാവേളയാകുന്നത് വരെ ഭഗവാനും ഹിരണ്യകശിപുവും കൂടി അങ്ങനെ യുദ്ധം ചെയ്തതാണ്. സന്ധ്യയായതും ഭഗവാൻ എന്ത് ചെയ്തു? പൊക്കിയെടുത്ത് അകത്തുമല്ല പുറത്തുമല്ലാത്ത രീതിയിൽ ഉമ്മറപ്പടിയിലേക്ക് കൊണ്ടുവച്ച് ഭൂമിയിലുമല്ല ആകാശത്തുമല്ലാത്ത രീതിയിൽ തന്റെ മടിയിലേക്ക് മലർത്തി അങ്ങോട്ട് കിടത്തി. ഒരായുധങ്ങളും ഇല്ലാതെ തന്റെ വിരലിലെ നഖങ്ങൾ കൊണ്ട് ആ മാറങ്ങനെ വലിച്ചങ്ങോട്ട് കീറി പിളർന്ന് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഭഗവാൻ കൈയിട്ടൊന്ന് പരതീന്നാ പറയണത്. ഇതിന് തന്നെ ഇത്രമാത്രം കാണാൻ കൊതിച്ച ആ തന്റെ ഭക്തന്റെ ഹൃദയം. നമുക്കൊരാളെ കാണണം കാണണം കാണണമെന്ന് തോന്നിയാൽ ആ ആളിന്റെ രൂപം എവിടെ പതിയും? നമ്മുടെ ഉള്ളിൽ പതിയും. അന്നേരം ഈ നടുക്കത്തെ ലൈറ്റും പോവും. അതുകൊണ്ടാണ് നടുക്കത്തെ പോവില്ല. അന്നേരം അതും പോവും. അടച്ച അപ്പോ അതുകൊണ്ട് ആദ്യം പരതിയതെന്താ? ആ തന്നെ കാണാൻ കൊതിച്ച ഭക്തന്റെ ഹൃദയം. ഭഗവാൻ എപ്പോഴും വേണ്ടത് ഭക്തന്റെ ഹൃദയമാണ്. പക്ഷെ നമ്മൾ അത് കൊടുക്കൂല. അത് വേറെ ആർക്കാണ്ടൊക്കെയോ കൊടുത്തു വെച്ചിരിക്കുക അല്ലേ? ആണല്ലേ? അല്ലേ? അതൊന്നും മിണ്ടുന്നില്ല. ഇനി അങ്ങേര് എന്തോ ഉദ്ദേശിച്ചാണോ ഇനി ആർക്കാണ്ടൊക്കെ കൊടുത്ത് വെച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുന്നത് ഇല്ലേ? ഒരുവിധം ആർക്ക് കൊടുത്തു? എനിക്ക് വേണ്ട. ഒരു
ഹൃദയത്തിനകത്ത് എത്ര പേർക്ക് വീതം കൊടുക്കാം? പോയിരുന്ന് ആലോചിച്ചിട്ട് വന്ന് പറഞ്ഞാൽ മതി. അപ്പോ എന്തായാലും അങ്ങനെ ഭഗവാൻ ആദ്യം അത് പരതി അതിനെ സ്വീകരിച്ചു. എന്നിട്ടോ ആ കുണ്ടൽമാലയെല്ലാം കൂടി എടുത്ത് തന്റെ ശിരസിന്റെ കഴുത്തിലേക്ക് അണിഞ്ഞ് ആ ചോരയെല്ലാം കൂടെ അങ്ങോട്ട് വാരി കുടിച്ച് ആ സട്ടയിലും ജടയിലും ഒക്കെ അങ്ങോട്ട് ആ സ്റ്റോണിലങ്ങോട്ട് പറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭീകരമായ ഒരു രൂപമായിട്ട് തോന്നി ഭഗവാനെ കണ്ടപ്പോ. ദേവന്മാരെല്ലാം സ്തുതിച്ചു. പക്ഷേ ഭഗവാൻ ആ സ്തുതിയിലൊന്നും അടങ്ങിയില്ല. എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ജഡം വലിച്ച് ദൂരേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു. കാരണം ഭഗവാന് ജഡത്തിന്റെ ആവശ്യമില്ല. ജഡമല്ല തന്നെ ഭക്തന് ഭഗവാന് ബോധ്യമുണ്ട്. ജഡമല്ല ഞാനെന്ന് എനിക്കും ബോധ്യമുണ്ടാവണം. അപ്പോഴാണ് ബോധവത ഉണ്ടാകുക. ഞാൻ ഈ ജഡമല്ല എന്ന് ബോധിക്കണം. ഭഗവാൻ ജഡമെടുത്ത് ഏറ് വെച്ചു കൊടുത്തു. എന്നിട്ടും കലി അങ്ങോട്ട് അടങ്ങളില്ല. ദേവന്മാരൊക്കെ സ്തുതിച്ചു. ആ സ്തുതിയിലൊന്നും അങ്ങോട്ട് തൃപ്തനാവാൻ കഴിയുന്നില്ല. ലക്ഷ്മി ദേവിയെ വൈകുണ്ഠത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയെന്ന. ലക്ഷ്മി ദേവി വന്ന് കണ്ടതും അതേ വണ്ടിക്ക് തന്നെ തിരിച്ചു പോയി. എന്താ കാരണം? തന്റെ ഭർത്താവേ അല്ല എന്നാ. ഇങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ല. പാവം ലക്ഷ്മി ദേവി കണ്ടിട്ടുള്ള ആകെപ്പാടെ കയ്യിൽ കടത്തി ഇങ്ങനെ ചെറു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന നാരായണനെ മാത്രമേ ലക്ഷ്മി ദേവി കണ്ടിട്ടുള്ളൂ. ഈ ഒരു രൂപം കണ്ടിട്ടില്ല. ചിലത് അങ്ങനെ അല്ലേ? പുലിയെ പോലെ നിൽക്കുന്ന ഭർത്താവ് ചില നേരത്ത് ഭാര്യയെ കണ്ട എന്താ പുലിയെ പോലെ ആവും. ഭാര്യ വന്ന ഒന്നും ഇല്ല ചുമ്മാ അല്ലേ? പെട്ടെന്ന് അങ്ങ് എലിയ. എന്നാൽ ചില ഭാര്യമാരെ കാണുമ്പോൾ എലിയെ പോലെ ഇരുന്ന ചില ഭർത്താക്കന്മാരോ പുലിയെ പോലെ ഇല്ലേ? രണ്ടു വശമുണ്ട്. അങ്ങനെയാ. അപ്പൊ എന്തായാലും ഇവിടെ ലക്ഷ്മി ദേവി കണ്ടിട്ടില്ല ഇങ്ങനെ രൂപം. കാരണം അത്ര ഭീകരമായിരിക്കുന്ന ഒരു രൂപമാണ്. ദേവന്മാരൊക്കെ കിട്ടുകിട്ട വിറയ്ക്ക ഈ രൂപം കണ്ട്. കാരണം ശ്വാസോച്ഛ്വാസം കൊണ്ട് പ്രപഞ്ചം കിട്ടുകുമാറുള്ള ശബ്ദത്തിലാണ് വരുന്നത്. അങ്ങനെ ഒരു സിംഹം അലറി നിൽക്കുന്നത് പോലെ നിൽക്കുക. ആ ദർശനൊക്കെ ഇങ്ങനെ ചോര താഴെ ഒഴുകുന്നുണ്ട്. സടയിൽ കൂടി അങ്ങനെ ഒഴുകുന്നുണ്ട്. ആ കഴുത്തിൽ കിടക്കുന്ന ആ കുടൽമാലയെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും ഭയപ്പെട്ടു. പക്ഷെ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രഹ്ലാദനെ കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ഈ ഒരു കൊച്ചുകുട്ടിക്ക് ഇത്ര ഭീകരമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ കണ്ടിട്ടും യാതൊരുവിധ ചാഞ്ചല്യവും ഇല്ലാതെ യാതൊരുവിധ ഭയപ്പാടുമില്ലാതെ ഭഗവാന്റെ നാമത്തെ മാത്രം ജപിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രഹ്ലാദനെ കണ്ട് എല്ലാവരും അതിശയപ്പെട്ടു. അവസാനം മനസ്സിലായി, ഇനി ഭഗവാൻ ശാന്തനാവണമെങ്കിൽ ആരെ കൊണ്ടേ പറ്റൂ? പ്രഹ്ലാദനെ കൊണ്ടേ സാധ്യമാവൂന്ന് ബോധ്യമായി. ദേവേഗൻ തന്നെ നാരദർശിയും ബ്രഹ്മദേവനും കൂടി പറഞ്ഞു, ഹേ പ്രഹ്ലാദ, ഇനി ഭഗവാനെ ശമിപ്പിക്കണമെങ്കിൽ നിന്നെ കൊണ്ട് മാത്രമേ സാധ്യമാവൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? ഭഗവാനെ സ്തുതിച്ച് ശാന്തനാക്കാനായിട്ട് പറഞ്ഞു. പ്രഹ്ലാദന് യാതൊരുവിധ ഭയവുമില്ലാതെ അന്ന് നേരെ ചെന്ന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് സാഷ്ടാംഗം നമസ്കരിച്ചു. ക്രുദ്ധനായിരുന്ന ഭഗവാന് കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ അഗ്നി അങ്ങോട്ട് ചിതറിക്കൊണ്ടിരുന്ന ഭഗവാന്റെ കണ്ണിൽ നിന്നും കാരുണ്യാമൃത വർഷം ഒഴുകാൻ തുടങ്ങി. ഭക്തന്റെ കരം ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചതും ക്രുദ്ധനായി നിന്ന ഭഗവാൻ നമ്മുടെ ശാന്തസ്വരൂപനായി. തന്റെ കണ്ണിൽ നിന്ന് അഗ്നിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ആ ഭീകരമായിരിക്കുന്ന മുഖഭാവം മാറി ശാന്തതയിലേക്ക് എത്തി. താഴേക്ക് നോക്കിയപ്പോ തന്റെ പരമ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ തന്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് കിടക്കണം. വേഗം തന്നെ തന്റെ ഭക്തനെ എടുത്തുയർത്തിയിട്ട് ചോദിച്ചു, നീ എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ കാണാൻ കഴിഞ്ഞാൽ അതിലും പരം ഒരു വരം ഈ ജന്മത്ത് വേറെ വേണ്ട. അവിടുത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അതാണ് ഈ ജന്മത്തെ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി അതിൽ പരം ഒരു വരം എന്താ വേണ്ടേ? ഒന്നും വേണ്ട. പക്ഷേ അവിടുന്ന് ചോദിച്ചത് കൊണ്ട് പറയണു, ഹേ ഭഗവൻ, എന്റെ പിതാവ് അങ്ങയെ ഒരുപാട് ദ്വേഷിച്ചിട്ടുണ്ട്. അതൊക്കെ മറന്ന് എന്റെ പിതാവിനെ അനുഗ്രഹിക്കണം. പറഞ്ഞു, ഹേ പ്രഹ്ലാദ, നിന്റെ പിതാവെന്നല്ല, 21 തലമുറ മുൻപോട്ടും 21 തലമുറ പിൻപോട്ടും
നിന്റെ സർവ്വ പിതൃക്കളും മുഖതരായി തീരും. അതിനുള്ള അനുഗ്രഹം ഞാനിവിടെ തരികയാണ്. ഭഗവാൻ അനുഗ്രഹിച്ചു. എന്നിട്ടോ എന്റെ ഭക്തനായിട്ട് അനേക കാലം ഈ ഭൂമിയിൽ ജീവിക്കണം. അങ്ങനെ പ്രഹ്ലാദനെ അസുര രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പ്രഹ്ലാദന് നാരായണ ഭക്തനായിട്ട് തന്നെ കാലം കഴിച്ചു കൂട്ടി. ആ പ്രഹ്ലാദന്റെ പൗത്രനാണ് ആര്? നമ്മൾ മഹാബലി എന്നറിയപ്പെടുന്ന. അങ്ങനെ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ ഭഗവാൻ കണ്ടെത്തിയ ഉപാധിയാണ് പ്രഹ്ലാദൻ. അതുകൊണ്ട് പ്രഹ്ലാദനും അനുഗ്രഹമായി, ഹിരണ്യകശിപുവിനും അനുഗ്രഹമായി. ഭഗവാൻ എപ്പോഴും അവതാരം എടുക്കണമെന്നില്ല. ശരിക്കും നൃസിംഹ അവതാരം, ആ നൃസിംഹം എന്ന് പറയുന്ന രൂപത്തെ സൃഷ്ടിച്ചത് തന്നെ ഹിരണ്യകശിപുവാണ്. തന്റെ മരത്തിൽ കൂടി അവിടെ നാരായണന്റെ മുമ്പിലേക്ക് ഒരു ചിത്രം ഇട്ട് കൊടുത്തു. ഈ രൂപത്തിലായിരിക്കണം നീ എന്റെ മുൻപിൽ വരേണ്ടത്. ഭക്തന് രൂപം കൊടുക്കണത് ഭഗവാന് രൂപം കൊടുക്കണത് ഭക്തനാണ്. ഞാനാണ് എന്റെ ഭഗവാന് രൂപത്തെ കൊടുക്കാം. ഇപ്പൊ കൃഷ്ണ എന്ന് വിളിച്ചാൽ എല്ലാവർക്കും ഒരേ രൂപമാണോ ഉള്ളിൽ വരണത്? ആണോ? അല്ല, ഓരോരുത്തർക്കും. എന്താ കാരണം? അവരവരുടെ ഉള്ളിൽ അവരവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവരവര് ധ്യാനിക്കണമുണ്ട്. അങ്ങനെ ഭഗവാൻ നൃസിംഹമൂർത്തിയായിട്ട് അവതരിച്ച് ഹിരണ്യകശിപുവിനെയും പ്രഹ്ലാദനെയും ഒരേപോലെ അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു ഹിരണ്യാക്ഷൻ എന്നത് എന്റെ എന്ന ഭാവമാണെന്ന് പറഞ്ഞു. ഹിരണ്യകശിപു എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവം. നമ്മൾ ചിലപ്പോ കാണാറുണ്ടല്ലേ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ആരാന്ന് അറിയാമോ അല്ലേ? കണ്ടിട്ടില്ലേ? എങ്ങനെ? ഞാൻ പറയാറുണ്ട്, ഈ ഞാൻ ആരാന്ന് നാട്ടുകാരോട് ചോദിക്കരുത്, അവനവനോട് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ആരാണ്. ഈ ചോദിച്ചു നോക്കണം ദിവസവും, ഞാൻ ആരാ, ഞാൻ ആരാ, ഞാൻ ആരാ എന്ന് പറഞ്ഞ് രാത്രി കിടന്ന് ഒച്ചത്തിൽ ചോദിക്കരുത്. ഒച്ചത്തിൽ ചോദിച്ചാൽ അവരെവിടെ കൊണ്ടിടും? ആകാശത്തെ കൊണ്ടിടും. എന്താ പറയാ, എന്താ പറയാ, എന്താന്ന് അറിയത്തില്ല. അവൾ ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇന്ന് അങ്ങേറെ പ്രഭാഷണം കേട്ടേച്ച് വന്നപ്പം മുതൽ തുടങ്ങിയതാ ഞാൻ ആരാ, ഞാൻ ആരാന്ന് അല്ലേ. ഇനി ഏത് ഡോക്ടറെ കാണിച്ചാൽ അവള് നേരെ ആകാന്ന് ചോദിക്കും. അവളുടെ ഉള്ളിലേ ചോദിക്കാവും ഞാൻ ആരാന്ന്. പിന്നെ ഇവിടെ ഇല്ലാത്തവർക്ക് ആരും കുഴപ്പമില്ല അല്ലേ, ആരും കേൾക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വയമേവ ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ആരാന്ന്. നിരന്തരമായ ആ ചോദ്യം ചോദിച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉത്തരം കിട്ടും, ഞാൻ ആരാണ്. അതാണ് പപ്പു പണ്ട് പറഞ്ഞത്, നീ ആരാന്ന് നിനക്ക് അറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും ഞാൻ ആരാ, നീ ആരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം നീ ആരാന്നും. രണ്ടും ഒന്നാന്ന അർത്ഥം. പപ്പു പറഞ്ഞപ്പോ നമുക്ക് തമാശയായിട്ട് തോന്നി, പക്ഷെ നല്ലൊരു വേദാന്തമാണ്. നീ ആരാന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും ഞാൻ ആരാന്ന്. അപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ ആരാന്നും ഞാൻ ആരാ. നല്ലൊരു ഗുരുവിന് മാത്രമേ നീ ആരാന്ന് ഞാൻ ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? രണ്ടും ഒന്നാണെന്നുള്ള ബോധത്തെ ഉറപ്പിക്കാൻ കഴിയുന്നവനാണ് ഗുരു. അതാണ് നീയും ഞാനും എന്ന ഭാവം മാറി നമ്മൾ എന്ന ഭാവത്തിലേക്ക് വരണം. അപ്പോഴാണ് അവിടെ ഐക്യം ഉണ്ടാകുക. നമ്മളാവണം, ഞാനും നീയും അല്ല, നമ്മളായിട്ട് ചേരണം. മനസ്സിലായോ? ആവോ? പിടികിട്ടിയോ? ആവോ? അപ്പൊ അതുകൊണ്ട് നൃസിംഹത്തെ ഭയത്ത് മാറ്റി നിൽക്കാനുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാനുള്ള സ്വരൂപമാണ് നൃസിംഹം. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭാവമാണ്. മൃഗഭാവവുമുണ്ട്, ഈശ്വരീയ ഭാവമുണ്ട്, അല്ലെങ്കിൽ ആസുരീയ ഭാവവുമുണ്ട്, ദേവഭാവവുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നിർഗുണ അവസ്ഥയിലേക്ക് എത്തി പൂർണ്ണമായിരിക്കുന്ന ഈശ്വരീയമായ തത്വത്തിലേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് സാധിക്കണം എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ ഗുണമുള്ളൂ. ആ ഉള്ളിലുള്ള ആ മൃഗഭാവത്തെ മാറ്റിയിട്ട് അതിനെ ഈശ്വരീയ ഭാവത്തിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ഇത് വേണം, പ്രഹ്ലാദനെ പോലെ അചഞ്ചലമായിരിക്കുന്ന ഭക്തിയും ഹിരണ്യകശിപുവിനെ പോലുള്ള ദൃഢ നിശ്ചയവും നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ അറിഞ്ഞനുഭവിക്കാനായിട്ട് നമുക്ക് സാധ്യമാവുള്ളൂ. എല്ലാം മനസ്സിലായോ? ആവോ? എല്ലാം മനസ്സിലായി സ്വാമി. ഇച്ചിരി കഴിയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഇല്ലേ? അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ.